Hi friends. ഇന്ന് നമ്മുടെ സൺടാൻ ചലഞ്ചിന്റെ 13th ഡേ ആണ്. ഒരുപാട് സന്തോഷത്തോടെ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. 13th ഡേയിൽ ഒരുപാട് മാറ്റങ്ങൾ, കുറച്ച് പേർക്കെങ്കിലും ഒരുപാട് നല്ല മാറ്റങ്ങൾ ചെയ്തു നോക്കിയിട്ട് ഉണ്ടായി എന്ന് അറിഞ്ഞതിൽ വളരെ സന്തോഷം. എനിക്ക് വന്ന മൂന്ന് മെയിലുകളാണ് എനിക്ക് വന്നത്. അതിന്റെ ഫോട്ടോ ഉൾപ്പെടെ അയച്ചു തന്നു. വളരെ കുറച്ച് വ്യൂവേഴ്സേ ഉള്ളെങ്കിലും ഉള്ളവർ അയച്ച് കാണുമ്പോൾ ഉള്ള സന്തോഷം ഉണ്ടല്ലോ. നമ്മളൊരു പാക്ക് പറഞ്ഞു കൊടുത്തിട്ട് നമ്മളെ വിശ്വസിച്ച് ഒരാൾ ചെയ്ത് അതിന്റെ അഭിപ്രായങ്ങൾ പറയുമ്പോൾ കിട്ടുന്ന സന്തോഷം എന്ന് പറയുന്നത് അത് ഭയങ്കര സന്തോഷമാണ്. അത് നല്ല മാറ്റങ്ങൾ ഉണ്ടായി എന്ന് പറഞ്ഞുണ്ടാകുന്ന ഫോട്ടോകൾ ഒരേ ഒരു മെയിലായിരുന്നാലും നമുക്കത് കിട്ടുന്ന സാറ്റിസ്ഫാക്ഷൻ, അടുത്തൊന്ന് ചെയ്യാനുള്ള, നിങ്ങൾക്ക് കറക്റ്റായിട്ടും യൂസ്ഫുൾ ആയിട്ടും ചെയ്യണം എന്നുണ്ടാവുന്ന ഒരു ആഗ്രഹം. അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് വെറൈറ്റി ആയിട്ട് എന്നാൽ വളരെ ഉപകാരപ്രദമായിട്ടുള്ള ഓരോ പാക്കുകൾ നിങ്ങളുടെ മുന്നിൽ കൊണ്ടുവരുന്നത്. അപ്പോൾ ഇതുവരെയുള്ള കംപ്ലീറ്റ് പ്രോസസ്സും ഞാൻ അങ്ങനെ തന്നെയാണ് ചെയ്തത്. പിന്നെ ഞാൻ ഇന്നലെ തംബ്നെയിൽ ഇട്ടിരുന്ന പിക്ചർ കറക്റ്റായിട്ട് എന്റെ ഈ ഒരു സൈഡിലെ പിക്ചറാണ് ഞാൻ ഇട്ടിരുന്നത്. ഫസ്റ്റ് ഡേയിൽ, അതായത് ഈ ചാലഞ്ച് തുടങ്ങുന്നതിന്റെ ആ ഫസ്റ്റ് ഡേയിൽ എന്റെ സ്കിൻ അങ്ങനെ തന്നെയാണ് ഇരുന്നത്. ഫുൾ പിമ്പിൾസ് ആയിട്ടാണ് ഇരുന്നത്. അതിനുശേഷം ഇന്നലെ എടുത്ത ഫോട്ടോയാണ് ഞാൻ അയച്ചത്. ഒരു എഡിറ്റിംഗും പ്രോസസ്സും ഒന്നുമല്ല. എന്റെ അതേ ഫോൺ ക്യാമറയിൽ തന്നെയാണ് അന്നും എടുത്തത്, അതേ ക്യാമറയിൽ തന്നെയാണ് ഇന്നും എടുത്തത്. നോ എഡിറ്റിംഗ്. അപ്പോൾ നിങ്ങൾക്ക് പൂർണ്ണമായും വിശ്വസിച്ച് ഈ പാക്കുകൾ എല്ലാം ചെയ്യാവുന്നതാണ്. പിന്നെ നമ്മൾ കെമിക്കൽസ് മുഖത്ത് അപ്ലൈ ചെയ്യുമ്പോൾ പെട്ടെന്ന് മാറും, പെട്ടെന്ന് സ്കിന്നിലെ പ്രോബ്ലംസ് എല്ലാം മാറും. പക്ഷേ അതൊരു ലോങ് ലാസ്റ്റിംഗ് അല്ല. അതേസമയം നമ്മൾ കെമിക്കൽസ് അല്ലാതെയാണ് ഉപയോഗിക്കുന്നത്. നമ്മൾ ഇതെല്ലാം നാച്ചുറൽ തിങ്സ് ഉപയോഗിക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് ഒരു പ്രോബ്ലം ഇല്ല. ഇത് ലോങ് ലാസ്റ്റിംഗ് ആണ്. കുറച്ച് നാൾ അതിൻ്റെ ഒരു പ്രയോജനം ഉണ്ടാകാൻ കുറച്ച് നാളെടുക്കുമെങ്കിലും അത് ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് നിൽക്കുന്ന ഒരു പ്രോസസ് ആയിരിക്കും. അതുകൊണ്ട് എല്ലാവർക്കും ധൈര്യമായിട്ട് ഈ ഒരു സ്റ്റെപ്പുകൾ ഫോളോ ചെയ്യാം. പിന്നെ നമ്മുടെ ഇന്നത്തെ പാക്ക് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗോതമ്പ് പൊടി കൊണ്ടിട്ടുള്ള ഒരു ഫേസ് പാക്കാണ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത്. എല്ലാവർക്കും അറിയാവുന്നത് പോലെ തന്നെ സ്കിൻ വൈറ്റനിങ്ങിന് ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ് ഗോതമ്പ് പൊടി എന്ന് പറയുന്നത്. അപ്പൊ ഗോതമ്പ് പൊടി ഉപയോഗിച്ചിട്ടുള്ള ഒരു സ്കിൻ വൈറ്റനിങ് അല്ലെങ്കിൽ ഒരു സ്കിൻ ടാൻ റിമൂവൽ പാക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. അപ്പൊ നമ്മുടെ മുഖമൊക്കെ വൃത്തിയായിട്ട് കഴുകിയതിന് ശേഷം ഇന്നത്തെ പാക്ക് ഞാൻ പ്രത്യേകിച്ച് കാണിക്കേണ്ടതൊന്നുമില്ല. കാരണം ഗോതമ്പ് പൊടി മാത്രം ഉപയോഗിച്ചിട്ടാണ് ഞാൻ ഇന്നത്തെ പാക്ക് ഇടുന്നത്. ഗോതമ്പ് പൊടിയിൽ കുറച്ച് മഞ്ഞൾപ്പൊടിയും റോസ് വാട്ടർ ഉപയോഗിച്ച് മിക്സ് ചെയ്തതാണിത്. ഓക്കെ, നോർമൽ വാട്ടർ ഉപയോഗിച്ച് വേണമെങ്കിലും മിക്സ് ചെയ്യാം. ഞാനത് കുറച്ച് റോസ് വാട്ടർ ഉപയോഗിച്ച് മിക്സ് ചെയ്തതാണ്. പ്രത്യേകിച്ച് കാണിക്കാനൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് കാണാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. ജസ്റ്റ് ഗോതമ്പ് പൊടിയിൽ ഒരു നുള്ള കസ്തൂരി മഞ്ഞൾ ഇട്ടതിന് ശേഷം റോസ് വാട്ടറിൽ മിക്സ് ചെയ്തെടുത്തതാണ് ഇത്. ഓക്കെ, ഗോതമ്പ് പൊടി, കസ്തൂരി മഞ്ഞൾ, റോസ് വാട്ടർ. ഓക്കെ, അതാണ് ഇതിനുമ്പ് പാക്ക്. നമ്മൾ സാധാരണ ഇടുന്നത് പോലെ തന്നെ അതേപോലെ തന്നെ പാക്ക് എടുത്ത് മുഖത്ത് നല്ലപോലെ റബ്ബ് ചെയ്ത് ഇട്ട് കൊടുക്കാം. നല്ലപോലെ ഭാഗങ്ങളിൽ മുഖത്തും കണ്ണിന്റെ നമ്മൾ എപ്പോഴും ഇടുന്നത് പോലെ തന്നെ. ഇതിനകത്ത് പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നുമില്ല. പാക്കിന് മാത്രമേ മാറ്റം ഉണ്ടാവുന്നുള്ളൂ. നമ്മൾ ഇടുന്നത് എപ്പോഴും ഒരേ രീതിയിൽ തന്നെ വേണം ഇടാനായിട്ട്. മഞ്ഞൾ നമ്മുടെ മുഖത്തിന് വളരെ നല്ലതാണ്. പക്ഷെ ആൺകുട്ടികൾ ഇടുകയാണെങ്കിൽ മഞ്ഞൾ അവോയ്ഡ് ചെയ്തതിനു ശേഷം ഗോതമ്പ് പൊടിയിൽ റോസ് വാട്ടർ നല്ലപോലെ ഗോതമ്പ് പൊടിയും റോസ് വാട്ടറും കൂടെ നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം ഇട്ടാൽ മതി. അത്രേ ഉള്ളൂ കേട്ടോ. ഡിഫറൻസ് വേറെ ഒന്നുമില്ല. ഇങ്ങനെ നമ്മുടെ കഴുത്തിലും മുഖത്തും കണ്ണിന്റെ അടിയിലും ഒക്കെ നല്ലപോലെ ഇട്ട് കൊടുക്കുക. അത് പിമ്പിൾ ഉള്ളിടത്ത് നല്ല രീതിയിൽ കൊടുക്കുക. നമ്മുടെ ഈ പിമ്പിളൊക്കെ ഇല്ലേ, അപ്പൊ ആ പിമ്പിളിന്റെ മേലിൽ ഇങ്ങനെ നല്ലപോലെ വെച്ച് കൊടുക്കുക. നമ്മളിങ്ങനെ പിമ്പിൾ വരുമ്പോൾ എന്ത് ചെയ്യണമെന്ന് അറിയാം, ഇങ്ങനെ കുത്തി പൊട്ടിക്കരുത്. അതിനെ അങ്ങനെ വിട്ടേക്കണം. അത് കുറച്ച് വലുതായിട്ട് അതിന്റെ പാട്ടിന് തന്നെ വലുതായിട്ട് അതങ്ങ് കുറഞ്ഞോളും. നിങ്ങളത് അതിനെ കുത്തി പൊട്ടിക്കാനൊക്കെ നിൽക്കുമ്പോഴാണ് അത് ഒരുമാതിരി ഇതാവുന്നത്, മാർക്കും ഒക്കെ ആയിട്ട്. പിന്നെ മാർക്ക് പോവേയില്ല. നമ്മൾ എത്ര കഷ്ടപ്പെട്ടാലും പോകത്തില്ല. ഏകദേശം 1-2 വർഷത്തോളം എടുക്കും നമ്മുടെ മുഖക്കുരുവിന്റെ പാട് വന്നാൽ പോകാനായിട്ട്. കുത്തി പൊട്ടിക്കുവാണെങ്കിൽ, ഇല്ലെങ്കിൽ പെട്ടെന്ന് അതങ്ങ് മാറുകയും ചെയ്യും. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ഫേസ് പാക്ക് അപ്ലൈ ചെയ്യേണ്ടത്. മുഖത്തും കയ്യിലും കഴുത്തിലും ഒക്കെ നല്ല വൃത്തിയായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം നല്ലപോലെ ഉണങ്ങുമ്പോൾ നല്ലപോലെ റബ്ബ് ചെയ്ത് കഴുകിക്കളയുക. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ പാക്ക് അപ്ലൈ ചെയ്യേണ്ടത്. ഗോതമ്പ് പൊടിയും മഞ്ഞളും റോസ് വാട്ടറും കൂടെ അതായത് ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് നല്ല ഒരു പാക്ക് ഉണ്ടാക്കി നമ്മുടെ മുഖത്തിരുന്ന് എല്ലാവരും കണ്ടല്ലോ. നല്ല എഫക്റ്റ് ആണ്. പ്രത്യേകിച്ചും ഗോതമ്പ് പൊടി നൈറ്റ് നമ്മുടെ മുഖത്ത് ഇട്ട് കഴിയുമ്പോൾ ഉണ്ടാകുന്ന എഫക്റ്റ് എന്ന് പറയുന്നത് നല്ല എഫക്റ്റ് ആണ്. ഈ ഗോതമ്പ് പൊടി ചുമ്മാ പ്ലെയിൻ ആയിട്ട് വേണമെങ്കിൽ ഇടാം, മഞ്ഞളൊന്നും ഇടാതെ ഇടാം. പിന്നെ ചെറുതായിട്ട് പിമ്പിൾസ് ഒക്കെ ഉള്ളവരാണെങ്കിൽ ഈ മഞ്ഞൾ കുറച്ച് ഇടുന്നത് കൊണ്ട് പിമ്പിളിന്റെ മാർക്കും മഞ്ഞളൊക്കെ ഈ പിമ്പിളൊക്കെ ഒന്ന് അടങ്ങാനൊക്കെ ഇടയ്ക്കായിട്ട് സഹായിക്കും. അതുകൊണ്ട് നിങ്ങൾ ഈ പാക്ക് തീർച്ചയായിട്ടും ഇട്ട് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ മറക്കാതെ നിങ്ങളുടെ കൂട്ടുകാരുടെ അടുത്തൊക്കെ ഷെയർ ചെയ്യുക. വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നാളെ നമ്മുടെ 14ാമത്തെ ഡേയിലെ പാക്കുമായിട്ട് വീണ്ടും കാണാം.